കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് മാതൃകാപരമായി പ്രവർത്തിക്കുമ്പോൾ പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ ജില്ലാതല തദ്ദേശ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പുഴുക്കുത്തുകൾ കൂടി ഉപേക്ഷിച്ചാൽ മികവാർന്ന രീതിയിൽ നാടിന് മുന്നേറാൻ കഴിയുമെന്നും ഏതെങ്കിലും മേഖലയിലുള്ള ജീർണതകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ഇത്തരം അദാലത്തുകളിലൂടെ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 95% നേരത്തെ നടപ്പാക്കിയതിന്റെ ഭാഗമായി വന്ന അപേക്ഷകളിൽ തീരുമാനമെടുത്തത്. ഈ കേസ് മാറ്റിന്റെ ഭാഗമായും നല്ല രീതിയിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാറ്റം, അതിവേഗതയിലുള്ള മാറ്റം ജനങ്ങളത് ആഗ്രഹിക്കുന്നു. ആ ജനങ്ങൾക്ക് വല്ലാത്ത കാലതാമസം ഒരു കാര്യത്തിലും അനുഭവപ്പെടാൻ പാടില്ല. എല്ലാ കാര്യത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകാൻ, ചിലപ്പോൾ ഈ തന്ന അപേക്ഷയിൽ പിഴവുകൾ ഉണ്ടാകാം. ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളവർ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ. അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ പിഴവില്ലാത്ത കാര്യങ്ങൾ അപ്പം തന്നെ അംഗീകരിച്ചു കൊടുക്കണം. പിഴവുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പിഴവ് തിരുത്തി തരാൻ അവർ സന്നദ്ധമാകും. അപ്പോൾ ആ കാര്യവും അംഗീകരിച്ചു കൊടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഴയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയുന്നതും നമ്മളെല്ലാവരും ആവർത്തിക്കുന്നതുമാണ്, ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും ഗാഢമായ ബന്ധം പുലർത്തുന്നവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈനംദിനം ജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം കാര്യക്ഷമതയോടെ, വേഗത്തിൽ, സുതാര്യമായി, അഴിമതിരഹിതമായി ലഭ്യമാകേണ്ടതുണ്ട്. തദ്ദേശ അദാലത്തിൽ വാർദ്ധക്യ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകണമെന്ന പീച്ചാനിക്കാട് സ്വദേശി CO വർഗീസിന്റെ അപേക്ഷ പരിഹരിച്ചുകൊണ്ടുള്ള ഉത്തരവ് മന്ത്രി MP രാജേഷ് കൈമാറി. മന്ത്രി P രാജീവ്, കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി. ഹൈബി ഈഡൻ MP, MLA-മാരായ TJ വിനോദ്, PV ശ്രീനിജിൻ, K ബാബു, KN ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഡെപ്യൂട്ടി മേയർ KA ആൻസിയ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ സീതാറാം സാംബശിവറാവു, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേകിച്ചും വ്യവസായ വകുപ്പിന്റെ ഗവൺമെന്റിന്റെ നയമാണ് ഒരു വീട്ടിലൊരു സംരംഭം. കേരളം സ്ഥലപരിമിതിയുള്ള ഒരു നാടാണ്. എന്നാൽ വലിപ്പമുള്ള വീടുകൾ ഒത്തിരിയധികം ഉണ്ട്. 2000, 3000 ഉപയോഗിക്കുമ്പോൾ 500-600 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ബാക്കി വെറുതെ കിടക്കുകയാണ്. അവിടെ നാളെ വേണമെങ്കിൽ 2 കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങാം, 4 തയ്യൽ മെഷീൻ തുടങ്ങാം, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കുന്നതോ ചക്ക വറുക്കുന്നതോ തുടങ്ങി ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുള്ള വലിയ സാധ്യതയാണ്. വീട്ടിൽ ഒരു സംരംഭത്തിന് ലൈസൻസ് നൽകാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എറണാകുളം ജില്ലാ അദാലത്തിൽ മുൻകൂട്ടി സമർപ്പിച്ച 81.88% പരാതികളിലും പരാതിക്കാർക്ക് അനുകൂലമായ പരിഹാരമായി. മുൻകൂട്ടി സമർപ്പിച്ചതും ഇന്ന് നേരിട്ട് എത്തിയതും ഉൾപ്പെടെ ആകെ 262 പരാതികളാണ് അദാലത്തിൽ തീർപ്പാക്കിയത്. 549 പരാതികളാണ് ഓൺലൈനായി മുൻകൂട്ടി സമർപ്പിക്കപ്പെട്ടത്. ഇതിൽ 254 പേർ നേരിട്ട് ഹാജരായി. ഈ പരാതികളിൽ 208 എണ്ണവും പരാതിക്കാരന് അനുകൂലമായ നിലയിൽ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.